ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ആരാണ് നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് ഹൈ പ്രിസ്റ്റീസ് കാർഡാണ്. ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഈ വ്യക്തി വളരെ ക്വയറ്റായിട്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ നോക്കുമ്പോൾ ഈ വ്യക്തി മറ്റുള്ള കാര്യങ്ങളൊന്നും ഒബ്സർവ് ചെയ്യുന്നില്ല, എവിടെയോ മാറി ഇങ്ങനെ കാമായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ഈ ഒരു വ്യക്തി നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും ഈ വ്യക്തി എവിടെയോ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, എവിടെ നിന്നാലും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പേഴ്സണാണ്. പക്ഷെ അവരത് മനസ്സിലാക്കി എന്ന് മറ്റുള്ളവരെ ഒക്കെ ഒരിക്കലും അറിയാനായിട്ട് പറ്റത്തില്ല. അവർ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മറ്റുള്ളവർക്ക് അറിയാനായിട്ട് പറ്റില്ല. കാരണം അവരുടെ ഫീലിങ്സുകൾ തുറന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ തുറന്ന് കാണിക്കാനായിട്ട് ഫിയർ ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചും ഈ ഒരു പേഴ്സണ് A to Z എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ എല്ലാം മനസ്സിലിങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സ്വഭാവമാണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് അവരുടെ ഒരു നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വ്യക്തിക്കുള്ളത് ഒരു റൊമാൻറ്റിക് സോളാണ്. അതായത് ഇവർ നിങ്ങളെ അവരുടെ ഡ്രീമിൽ അവർ ഏതൊരു വ്യക്തിയാണോ സങ്കല്പിച്ചിരുന്നത് ആ ഒരു ഡ്രീമിലെ അതേ ഒരു പേഴ്സൺ മുന്നിലേക്ക് ഇറങ്ങി വന്ന് നിന്നതുപോലെയാണ് നിങ്ങളെ ഇവർ കാണുന്നത്. പലപ്പോഴും നിങ്ങളെക്കുറിച്ച് അവർ ഡ്രീംസ് ഒക്കെ കാണുന്നുണ്ട്. എപ്പോഴും തന്നെ ആ ഒരു സ്വപ്നങ്ങൾ, ഡ്രീംസുകൾ അവർ കാണുന്നു. നിങ്ങളെയും ആ ഒരു പേഴ്സണെയും സംബന്ധിച്ചുള്ള പല പല ഡ്രീംസുകൾ അവർ കാണുന്നു. പക്ഷെ നിങ്ങളിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് നിങ്ങളെ സമീപിക്കാനായിട്ട് അവർക്ക് പേടിയുണ്ട്, ഒരു ധൈര്യമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ അവർ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രഷ് തോന്നിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ഫ്ലർട്ട് ചെയ്തിട്ട് പോകാം, ആ ഒരു രീതിയിൽ ഒന്നുമല്ല അവർ നിങ്ങളെ സമീപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അവരൊരു ലോങ് ടൈം വാല്യുബിൾ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് അവരുടെ ലൈഫിൽ എന്നും നിലനിർത്താനായിട്ട് എന്നും കൂടെ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്ന രീതിയിലാണ് നിങ്ങളെ അവർ കാണുന്നത്. ഒരു കാഷ്വൽ അട്രാക്ഷൻ എന്ന രീതിയിലല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ അവർക്കുണ്ട്. ഈ ഒരു നിങ്ങളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ അവർ അത്രയും സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിന് യാതൊരുവിധ ഒരു സ്റ്റെബിലിറ്റിയും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ആ ഒരു പേഴ്സണെ നോക്കുകയാണെങ്കിൽ അവർ ഒന്നും സെറ്റിൽ ആയിട്ടില്ല, അല്ലെങ്കിൽ ഫൈനാൻഷ്യലായിട്ട് അവരൊന്നും സെറ്റിൽ ആയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. അതൊക്കെ ഉണ്ട്. കുറെ പ്രശ്നങ്ങൾ അവരായിട്ട് തന്നെ സോൾവ് ചെയ്യേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് സ്റ്റേബിൾ ആകാനായിട്ട്, ഒരു സ്റ്റെബിലിറ്റി വരുത്താനായിട്ട്, ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വരുത്താനായിട്ട് അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതും അവർക്ക് അവരെ ജസ്റ്റ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ. കാരണം ഇവർക്ക് പലപ്പോഴും അവരുടെ പാസ്റ്റിൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു പാസ്റ്റിലെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒത്തിരി പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതിന്റെ ട്രോമാസും കാര്യങ്ങളും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണലി അവരൊന്ന് വിഡ്രോൺ ആയി നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സ്നേഹമൊക്കെ രഹസ്യമാക്കി വെക്കുന്നത് അവർ. കാരണം ഈ പാസ്റ്റ് റിലേഷൻഷിപ്പ് എല്ലാവരെയും അറിയിച്ച് കൊണ്ട് നടന്ന ഒരു റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പേഴ്സണുമായിട്ടായിരിക്കാം, നിങ്ങളുടെ ഒരു എക്സ് തന്നെയായിരിക്കും ഒരു പേഴ്സൺ. അപ്പോൾ എക്സ് ആണെങ്കിൽ നിങ്ങൾ പാസ്റ്റ് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇതൊക്കെ എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ അതിനകത്ത് വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുമൂലം ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതൊരു സെപ്പറേഷനിലേക്ക് പോകാൻ തന്നെ കാരണമായത് ഈ മറ്റു വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് മനസ്സിലാക്കുകയും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്തത് വഴിയാണ് എന്ന് ഈ ഒരു പേഴ്സൺ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അത് അവർക്ക് കറക്റ്റായ ഒരു ധാരണയും ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്.
എന്താണെങ്കിലും ആ ഒരു പേടിയാണ് അവരെ ഈ ഒരു ഇനിയും നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനിയും നിങ്ങളെ ഇഷ്ടമാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞ് നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ആരും അറിയരുത്, അത് രഹസ്യമായിരിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിന് മെയിനായിട്ടുള്ള കാരണം. അപ്പൊ നിങ്ങൾ അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സേഫ് സ്പേസ് ആണ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളെ അവർ കണ്ടിരിക്കുന്നത്. നിങ്ങളോട് എന്ത് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടായാലും എന്ത് പ്രോബ്ലംസിലൂടെ കടന്നു പോവുകയാണ് ഈ ഒരു ടൈമിൽ വളരെ വിഷമത്തിൽ നിൽക്കുകയാണ്, ഇവിടെ എല്ലാം എൻഡായി എന്ന് ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് രണ്ട് മിനിറ്റ് 3 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ സംസാരിച്ചാൽ തന്നെ അവരുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് ആ ഒരു വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം ഒരു സമാധാനവും സന്തോഷവും തരുന്ന ഒരാളായിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവര് 2 ഓഫ് സോഴ്സിന്റെ ഒരു എനർജി നമുക്കിവിടെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. വളരെയധികം ഏത് വേണം വേണ്ട എന്നുള്ള രീതിയിൽ അവർ ടെൻഷൻ അടിക്കുന്നുണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണോ, നിങ്ങൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടരാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരണോ, അല്ലെങ്കിൽ ഇതൊരു ഫ്രഷ് സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വന്നിട്ട് എനിക്ക് ഇഷ്ടമാണ്, നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോയാലോ എന്ന രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണോ എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വേണ്ടേ എന്നും ആ ഒരു സമയത്ത് ഇവർ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ ആലോചിക്കുന്നു. ഈ ഒരു കൺഫ്യൂഷൻ അവർക്ക് വരാനുള്ള ഒരു കാരണം മെയിനായിട്ടും ഇതൊരു എക്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയും അവർ വന്നിട്ട് നിങ്ങളോട് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്കും നിങ്ങളുടേതായ സൈഡുകളുണ്ട്, നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഒരു റിജക്ഷൻ അവർ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ ഭയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഡയറക്റ്റ് വരുന്ന ഒരു പേഴ്സൺ ആണ്, നിങ്ങളുടെ എക്സ് ഒന്നും അല്ല, നിങ്ങളെ ഫസ്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യാനായിട്ട് വരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരായിരിക്കും. അപ്പോൾ പല രീതിയിൽ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് അതൊക്കെ തന്നെ അവിടെ ഒരു റിജക്ഷൻ വരുമോ എന്ന് പേടിക്കുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം 6 ഓഫ് കപ്സ് ആണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെ, അത് തന്നെയാണ് നമ്മൾ മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു എക്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ രഹസ്യമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി ഒരു എക്സ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഓൾഡ് ഫ്രണ്ട് ആയിരിക്കാം, ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം, സ്കൂളോ കോളേജിലൊക്കെ ഉള്ള കണക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ജസ്റ്റ് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അപ്പോൾ അങ്ങനെ അത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലായാലും നമുക്കൊരു ഹിന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ 6 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതിൽ ആരെങ്കിലും ഒരാളാകാനുള്ള ചാൻസ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് വരുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പൊ അവരുടെ സ്നേഹം എന്ന് പറയുന്നത്, അവരുടെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് വളരെ പ്യുവർ ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അതോടൊപ്പം തന്നെ അത് കൺട്രോൾ ചെയ്യപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാവുന്നു. അതായത് ഒത്തിരി എക്സ്പ്രസ് ചെയ്യാതെ ഒതുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ കൂടുതലായിട്ട് ഒരു ഇമോഷണൽ അട്രാക്ഷൻ എന്നല്ല നമ്മൾ പറയുന്നത്, ഇമോഷണലോട് കൂടിയ, വികാരത്തോട് കൂടിയ, ഒരു റെസ്പെക്റ്റോട് കൂടിയ ഒരു ഇമോഷണൽ അട്രാക്ഷൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നിങ്ങളെ അവർ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ റെസ്പെക്റ്റും അവർ തരുന്നുണ്ട്. ആ ഒരു റെസ്പെക്റ്റ് കലർന്ന ഒരു സ്നേഹമാണ് എപ്പോഴും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ടും ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ നിഷ്കളങ്കമായ നിർമ്മലമായ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലുള്ള സ്നേഹമാണ്. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിൽക്കുന്ന ഈ ഒരു മനോഹരമായ നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു സ്നേഹം തന്നെയാണ് എന്നാണ്. അത് റെസ്പെക്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് 5 ഓഫ് പെൻഡക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പോൾ അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ഫീലിങ്സ് നിങ്ങളോടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ഇനി റിജക്ഷനോ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൺഫ്യൂഷനും ആൻസൈറ്റിയും ടെൻഷനും ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവര് ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഈ ഒരു വ്യക്തിക്ക് ഡിസർവിങ് ആയിട്ടുള്ള ഒരാളാണോ എന്ന് വരെ അവരുടെ ഓവർ തിങ്കിങ്ങിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം അവർ കുറച്ച് പിന്നോട്ട് മാറി നിൽക്കുന്നു. അവർക്ക് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വന്ന് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റാത്തതിന് കാരണം ഇതൊക്കെയാണ്. ഞാൻ ഈ ഒരു പേഴ്സൺ ഡിസേർവ് ആയിട്ടുള്ള ആളാണോ, ഇവർക്ക് ഇച്ചിരിയും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരാളെ കിട്ടും, എൻ്റെ ക്യാരക്ടറിനും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിനും ഒക്കെ, അല്ലെങ്കിൽ ഞാനൊന്ന് സ്റ്റെബിലിറ്റി നേടാത്ത ഒരു വ്യക്തിയാണ്, നല്ലൊരു ജോബില്ല, ഫൈനാൻഷ്യൽപരമായ കാര്യങ്ങളൊന്നും സെറ്റിൽഡ് അല്ല, അപ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായ കാസ്റ്റിന്റെ രീതിയിൽ എല്ലാ രീതിയിലും ഒരു താഴ്ന്നു നിൽക്കുന്ന ആളാണോ ഞാൻ,
അതുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഞാൻ ഒട്ടും ഡിസേർവ് അല്ലേ എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊക്കെയാണ് നിങ്ങളിലേക്ക് അടുക്കാനായിട്ട് ഇവരെ തടഞ്ഞു നിർത്തുന്ന ഘടകങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു പ്യുവർ ലവ് ആണ്, ഒരു പ്യുവർ ലവിങ്ങിന്റെ ഒരു ആരംഭമാണ്, ബിഗിനിങ് ആണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അവരുടെ ഹൃദയം നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. പക്ഷെ അത് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയം വേണം എന്നുള്ളതാണ്. കുറച്ച് ഡിലേ ഉണ്ടാകും. നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹത്തോട് തന്നെയാണ് ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. അത് നിർമ്മലവും പവിത്രവുമായ രീതിയിലുള്ള സ്നേഹമാണ്, ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒത്തിരി സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് വരാനായിട്ട് കുറച്ച് സമയം വേണം എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ദ ഹാങ്ഡ് മാൻ എനർജി വരുമ്പോൾ ഇപ്പോൾ അവര് ശരിക്കും ഒരു വെയിറ്റിംഗ് മോഡിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു സ്മൈലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കുക, ഒരു സൈനൊക്കെ കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കോ. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അതിനുശേഷം നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാകട്ടെ എന്നവർ ചിന്തിക്കുന്നു. ഒരു മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ ഒരു ചിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സിഗ്നൽസ് അവർക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരും. അതിന് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവരുടെ അടുത്തേക്ക് ചെന്നാൽ മാത്രമേ അവർ ഇതിലേക്ക് ഇറങ്ങിയുള്ളൂ. കാരണം അവർ റിജക്ഷൻ ഒത്തിരിയേറെ ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ ഡിലേ ചെയ്ത് വെയിറ്റിംഗ് മോഡിൽ ഇരിക്കുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ഒരു സ്ട്രോങ് ആയിട്ട് ഫ്യൂച്ചറിനെ കാണുന്ന ഒരു വ്യക്തിയാണ്. നല്ല രീതിയിൽ തന്നെ പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ബന്ധം, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് പറഞ്ഞു ഇതൊരു ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സ്റ്റേബിൾ ആയിട്ടും മീനിങ് ഫുൾ ആയിട്ട് ഒരു ബന്ധമാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കാമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ ഇമോഷണൽ ഫീലിങ്സ്, റെസ്പെക്റ്റോടു കൂടിയ ഒരു ഇമോഷണൽ ഫീലിങ്സ് നിങ്ങളോട് കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഒരു ഇൻട്രോവേർട്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് ഒരു ബേസിക് നേച്ചറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരാളാണ്, നിങ്ങളുമായിട്ട് പാസ്റ്റിൽ ഏതൊക്കെയോ രീതിയിൽ കണക്ട് ആയിട്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളെ സീരിയസ് ആയിട്ട് തന്നെ കാണുന്ന, അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയോ കളിയാക്കുന്ന രീതിയിൽ അങ്ങനെയൊന്നുമല്ല, നല്ല സീരിയസ് ആയിട്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് റെസ്പെക്ട് കൊടുത്ത് നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ, നിങ്ങളെ രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ഒരു ബ്ലോക്ക് നിങ്ങളുടെ ഇടയിലുണ്ട്. അതൊരു പേടിയുടെ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ടിന്റെ ഒക്കെ ഒരു ബ്ലോക്കാണ്. അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ റിലേഷൻഷിപ്പ് ഒരു മീനിങ് ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബന്ധത്തിന് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ചെറിയ സ്റ്റാർട്ടായിരിക്കും. അത് ചിലപ്പോൾ ഒരു ചെറിയ മെസ്സേജോ കോളോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ കോൺവെർസേഷനോ അതൊക്കെ വഴിയായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അത് ഫ്യൂച്ചറിൽ വലിയൊരു വാല്യൂ ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് വളരും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ ഫീലിങ്സ് അപ്പോൾ ഉണ്ടാകും. അവിടെ ഇപ്പോൾ തന്നെ എനർജി ലെവലിൽ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഇതൊരു വൺ സൈഡഡ് ലവ് അല്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഒരു സ്ലോ പ്രോഗ്രസ് ആണെങ്കിലും ഒരു സ്നേഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റ് ലവ് സ്റ്റോറിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുവരെ ഇതൊരു സ്ലോ പ്രോസസ്സിലാണ് മുന്നോട്ട് പോവുക. പക്ഷെ ഒരു സ്റ്റേബിളായിട്ട് ജെന്യൂനായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരാളെങ്കിലും നിങ്ങളിൽ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു കോൺവെർസേഷൻ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഈ റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരാൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇമോഷണൽ നംനെസ് കാരണം കുറച്ചൊന്ന് റെസ്പോണ്ടൊക്കെ സ്ലോ ആകാം. അത് നിങ്ങളുടെ പേഴ്സണെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണുന്നത്. അവർ യാതൊരു രീതിയിലുള്ള ഒരു ആക്ഷനും എടുക്കാതെ ജസ്റ്റ് ഒന്ന് വലിഞ്ഞു നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. പക്ഷെ അത് എന്നാലും അവർക്കൊരു പ്രോഗ്രസ് ഉണ്ടാകും. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഡീപ്പാകുന്ന സമയത്ത് അവർക്കൊരു ട്രിഗർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാർട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ടീം വർക്കായിട്ട് റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് രണ്ടുപേരും എഫേർട്ട് ഇടും.
അതൊരു ട്രസ്റ്റ് ചെയ്ത് രണ്ടുപേരും സ്ലോലി ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരും എന്നാണ് കാണുന്നത്. ചെറിയ ഈഗോ ക്ലാഷസും ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ. പക്ഷെ ഒരു ബ്രേക്കപ്പിലേക്ക് ഒന്നും അത് പോകില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇത് ഒരു പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് ഇതിനകത്ത് കൊണ്ടുപോകണം. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ മുറിയാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നേടുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് മെയിനായിട്ട് പറയാനായിട്ട് പറ്റും. കാരണം ഈഗോ ക്ലാഷസും ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ അതൊരു ബ്രേക്കപ്പിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഒരു റൈറ്റ് ടൈമിൽ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു ചാൻസ് ഫ്യൂച്ചറിൽ കാണുന്നുണ്ട്. ഒരു നിങ്ങൾ ഒരിക്കലും ഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ഒരു കാര്യങ്ങൾക്കും ഒരു ഡിസിഷനും എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഇമോഷണൽ മച്യൂരിറ്റി ഒക്കെ രണ്ടുപേർക്കും വരും. ഫീലിങ്സ് എല്ലാം ഓപ്പൺ ആയി എക്സ്പ്രസ് ചെയ്യാനായിട്ട് രണ്ടുപേരും തയ്യാറാകുന്ന ഒരു സമയമൊക്കെയാണ് ഇനി ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാകും, വളരെ സന്തോഷം ഉണ്ടാകും. ഇമോഷണലി നിങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ ഒരു ടൈം പീരീഡ്, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്ന് പറഞ്ഞ് അത് ഓക്കെ ആയി നിങ്ങൾ വീണ്ടും ഒന്നായി നല്ല രീതിയിൽ അത് പോകാനായിട്ട് എത്ര ടൈം എടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടൈം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഒരു 3 to 6 months ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ യൂണിവേഴ്സിൻ്റെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഒത്തിരി ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു ഓവർ തിങ്കിങ് കുറച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നാച്ചുറൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ജീവിതത്തിൽ വരുമ്പോൾ അത് വന്നു പോകാനായിട്ട് അതിന് അവസരം കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് അലൗ ചെയ്യുക. നാച്ചുറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ വന്നു പോയിക്കോട്ടെ, നിങ്ങളൊരു തടസ്സമായിട്ട് നിൽക്കണ്ട എന്നാണ് പറയുന്നത്. അതായത് യൂണിവേഴ്സിൻ്റെ ആ ഒരു ഫ്ലോയ്ക്കൊട്ട് മുന്നോട്ട് പോകാനായിട്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. ഹൃദയം ഓപ്പൺ ആക്കി വെക്കുക. യാതൊരു രീതിയിലുള്ള സ്ട്രെസ്സോ പ്രഷറോ ഒന്നും നിങ്ങൾ കൊടുക്കരുത്. കാമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ആ ഒരു ഓവർ തിങ്കിങ് പോസിറ്റീവ് വേയിൽ തിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങൾ. അതുപോലെ തന്നെ ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്, ജൂൺ മന്ത് കിട്ടുന്നുണ്ട്, 1987 എന്ന് പറയുന്ന വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്, 1989 നമുക്ക് കിട്ടുന്നുണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഒരു മെസ്സിയായ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് മെസ്സി ആയിട്ടായിരിക്കാം. 1980 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിങ്, യാത്രകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണൊക്കെ. ലെറ്റർ എക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ല എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മലപ്പുറം ജില്ല എന്നുള്ള ആളായിരിക്കാം. ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചാരിറ്റി ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയും നമുക്ക് വരുന്നുണ്ട്. ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹോബി ആയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. നമ്പർ 53 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മാർച്ച് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ സോഷ്യൽ വർക്കർ ആകാനുള്ള ചാൻസ് ഉണ്ട്. എറണാകുളം ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ, ചോക്ലേറ്റിനെയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കെയറിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ടി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 41, നമ്പർ 13, 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒക്ടോബർ മന്ത് യെല്ലോ കളർ, 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 30,
1979. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ആ ഒരു ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് ഞെക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.